നമസ്കാരം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണ് ക്ലാപ്പന. ക്ലാപ്പനയുടെ ചരിത്രങ്ങളും വിശേഷങ്ങളുമൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒരു കാലത്ത് ഓച്ചിറ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന കാളകളെ ഈ പ്രദേശത്തെ പനകളിൽ കെട്ടിയിരുന്നതിനാൽ കാളപ്പന എന്ന ഇവിടം അറിയപ്പെടുകയും പിന്നീട് ലോപിച്ച് ക്ലാപ്പന ആയി എന്നുമാണ് ഐതിഹ്യം. ക്ലാപ്പനയുടെ നാമചരിത്രം കാർഷിക സമൃദ്ധിയിൽ നിന്ന് തുടങ്ങുന്നു. പൂനാട്ടുകാരുടെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന ക്ലാപ്പന വിശാലമായ കൃഷിനിലങ്ങളുടെയും അധ്വാനികളുടെയും നാടായിരുന്നു. വിളവെടുപ്പ് കാലമാകുന്നതോടെ തെക്കൻ നാടുകളിൽ നിന്നും ഉഴവിനുള്ള മാടുകളെ കൂട്ടമായി തെളിച്ചു കൊണ്ടുവരിക പതിവായിരുന്നു. അവർ ഇടത്താവളമാക്കിയിരുന്നത് പനവൃക്ഷങ്ങൾ ധാരാളമുണ്ടായിരുന്ന ക്ലാപ്പനയിലെ തെക്കൻ പ്രദേശമാണ്. വിശ്രമത്തിനായി കളിത്തട്ടും ദാഹശമനത്തിന് തണ്ണീർ പന്തലും അവിടെ ഉണ്ടായിരുന്നു. ദാഹജലം നൽകുവാൻ ചുമതലപ്പെട്ട അന്നത്തെ കുടുംബമായ തണ്ണീർക്കരശ്ശേരിയിൽ ഇന്നും അതേ പേരിൽ അവിടെ അവശേഷിക്കുന്നു. വാണിഭക്കാർ വിശ്രമ സമയത്ത് കാളകളെ കെട്ടിയിരുന്ന പനകളുടെ നാട് എന്ന അർത്ഥത്തിൽ കാളപ്പന വ്യവഹരിച്ച് വന്നത് കാലം കടന്നുപോയതോടെ ക്ലാപ്പനയായി മാറി. കാതുകളിൽ നിന്നും കാതുകളിലേക്ക് കൈമാറിയ ക്ലാപ്പനയുടെ നാമകഥകളിൽ പലതും ഇനി ബാക്കി നിൽക്കുന്നു. അവയിൽ വിശ്വാസമായ ഒന്ന് നാടുവാഴ്ത്ത ഭരണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. കരബലം കൊണ്ടും ധനബലം കൊണ്ടും നോക്കത്താ ദൂരം കൈയടക്കിയിരുന്ന പ്രമാണിമാർ കൂറ്റൻ കാളകളെ തങ്ങൾ ലക്ഷ്യമിട്ടിരുന്ന നാട്ടിൻപുറങ്ങളിൽ കൊണ്ടുചെന്ന് കെട്ടിയിടുകയായിരുന്നു പതിവ്. കാളകളെ സ്വതന്ത്രമാക്കുവാൻ ചങ്കൂറ്റം കാണിക്കുന്നവരുമായി ഏറ്റുമുട്ടുകയും ജയിച്ചാൽ ആ പ്രദേശം കൂടി കൈയടക്കുകയും ചെയ്യുമായിരുന്നു. അപ്രകാരം ഈ പ്രദേശങ്ങളിലെ വനങ്ങളിൽ ഒന്നിലധികാരമോഹത്തിൽ ബന്ധിക്കപ്പെട്ട കാളയുടെ ചരിത്രത്തെ തുടർന്ന് കാളയെ ബന്ധിച്ച പനയെന്ന അർത്ഥമുള്ള കാളപ്പന കാലാന്തരത്തിൽ ക്ലാപ്പനയായി പരിണമിച്ചു. വിശ്വാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടി ക്ലാപ്പനയുടെ ചരിത്രത്താളുകളിൽ ഇനിയും ശേഷിക്കുന്നു. ക്ലാപ്പന തെക്കേ പകുതിയിലുള്ള ചിറക്കടവ് ക്ഷേത്രത്തോട് ചേർന്നൊരു കൂറ്റൻ പനയുണ്ടായിരുന്നു അത്രേ. ആ പനയുടെ ചുവട്ടിൽ എത്ര തന്നെ തേച്ചുമിനുക്കിയ ഓട്ടുവിളക്ക് കത്തിച്ചു വെച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ ആ വിളക്ക് ക്ലാവ് പിടിക്കുമായിരുന്നു. വിശേഷസിദ്ധിയുള്ള ആ പനയാണ് വിളക്കിൽ ക്ലാവ് പിടിപ്പിക്കുന്നതെന്ന് വിശ്വാസത്തിൽ അത് ക്ലാവ് പന എന്നറിയപ്പെട്ടു. കാലത്തിന്റെ മഹാപ്രവാഹത്തിൽ ക്ലാവ് പന തലമുറകൾ മാറിയപ്പോൾ ക്ലാപ്പനയായി മാറി. കായംകുളം രാജാവിന്റെ അധികാര അതിർത്തിക്കുള്ളിലായിരുന്നു ക്ലാപ്പന. ക്ലാപ്പന രാജാവിന്റെ പ്രതിപുരുഷനായി ഇടയനമ്പലം മുതൽ തെക്കോട്ടുള്ള പ്രദേശം മുഴുവൻ ഭരിച്ചിരുന്നത് ക്ലാപ്പന ഇടക്കർത്താവായിരുന്നു. ഇവിടെ ഇപ്പോഴുമുള്ള ചില ഗൃഹനാമങ്ങൾ അതിലേക്ക് വെളിച്ചം വീശുന്നു. ഇടക്കർത്താവിന്റെ താവളം കോട്ടയ്ക്കകം എന്നറിയപ്പെട്ടു. മഹാരാജാവ് രാജ്യകാര്യങ്ങൾക്കായി എഴുന്നള്ളി താമസിച്ചിരുന്നത് കൊട്ടാരത്തിലായിരുന്നു. പടിക്കൽ താമസിച്ചിരുന്നത് സ്ത്രീജനങ്ങൾ തന്നെ. ഇടക്കർത്താവിന്റെ അലക്കുകാർ വെളുത്തിടത്തും പണ്ടാരയത്തും താമസിച്ചു വന്നു. തണ്ണീർ പന്തലിൽ സംഭാരം വീഴ്ത്തുവാൻ ചുമതലപ്പെട്ടവർ തണ്ണീർ കരയിലായിരുന്നു വാസം. സൈന്യം തമ്പടിച്ചിരുന്നത് ആൾക്കുളങ്ങരയിലും കായംകുളം കായലിൽ നിന്ന് കിഴക്കോട്ട് കോട്ടയ്ക്കകം വരെ കെട്ടുവള്ളങ്ങൾക്ക് സഞ്ചരിക്കുവാൻ തക്ക രീതിയിൽ തോട് നിർമ്മിച്ചിരുന്നു. കൃഷ്ണപുരം കൊട്ടാരത്തിൽ നിന്നും ഈ മാർഗത്തിലാണ് മഹാരാജാവ് ക്ലാപ്പനയിലെത്തിയിരുന്നത്. കായംകുളം രാജാവിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാവുന്നത് ഇന്ന് കായംകുളം കായൽ മുതൽ തെക്ക് വട്ടക്കായൽ വരെ നീളുന്ന താഴത്തോടിന്റെ നിർമ്മാണമാണ്. ഗതാഗതം പൂർണ്ണമായും ജലമാർഗമായിരുന്ന ആ കാലത്ത് ഇത്തരമൊരു ബൃഹത്തായ സംരംഭത്തിന്റെ പ്രയോജനം വളരെ വലുതായിരുന്നു. ക്ലാപ്പനയുടെ മധ്യഭാഗത്തുള്ള വടശ്ശേരിൽ ചെറുത്തറ, ചെറുവിൽ തുടങ്ങിയ ഭവനങ്ങളിൽ താമസിച്ചിരുന്ന ബ്രാഹ്മണർ ഇടക്കർത്താവിന്റെ ആവശ്യപ്രകാരം ആ വീടുകൾ ഇസ്ലാം മത വിശ്വാസികൾക്ക് കൈമാറിയ ശേഷം ആധ്യാത്മിക കാര്യങ്ങൾക്കായി കോട്ടയ്ക്കുള്ളിലേക്ക് താമസം മാറ്റുകയാണ് ചെയ്തത്. രാജാവിന് വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരുടെ സൈന്യ വിഭാഗങ്ങളുണ്ടായിരുന്നു. നായർ സൈന്യത്തിന്റെ അധിപന്മാർ കണ്ണങ്കരക്കാരും ഈഴവ സൈന്യത്തിന്റെ അധിപന്മാരായിരുന്ന കൊച്ചാളത്തുകാരും ക്ലാപ്പനക്കാരായിരുന്നു. നികുതി പിരിവിന്റെ പ്രധാനികൾ സാധുപുരത്ത് മില്ലുകാരും കണ്ണങ്കര മില്ലുകാരുമായിരുന്നു. കാരക്കാട്ടിൽ നിന്നാണ് മുതലപിടിക്കാരെ രാജാവ് വാഴിച്ചിരുന്നത്. ബ്രാഹ്മണർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. നായർ സമുദായക്കാർ കാര്യസ്ഥന്മാരും പ്രമാണികളുമായിരുന്നു. ഈഴവരിൽ ഭൂരിഭാഗവും കൃഷിക്കാരും ബാക്കിയുള്ളവർ നെയ്ത്തുകാരുമായിരുന്നു. കോട്ടകളുടെ എല്ലാം കാവലേൽപ്പിച്ചിരുന്നത് പാടത്ത് പറയരെയായിരുന്നു.
ബ്രാഹ്മണ കുടുംബത്തിലെ മൂത്തയാൾക്ക് മാത്രമേ മറ്റു ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് വേളിക്ക് അർഹതയുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർ നായർ കുടുംബങ്ങളിൽ നിന്ന് സംബന്ധം കൂടാം. വിവാഹത്തിന് താലി കെട്ടുകയോ പുടവ കൊടുക്കുകയോ പതിവുണ്ടായിരുന്നില്ല. അവരുടെ സന്തതികൾക്ക് സ്വത്തിനോ ശാന്തി ജോലിക്കോ അവകാശമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് ക്ലാപ്പനയുടെ തെക്ക് ഭാഗത്തൊരു സത്രം പണിതുയർത്തിയത്. അതിനാവശ്യമായ സ്ഥലം സൗജന്യമായി നൽകിയത് വടശ്ശേരിയിൽ ഇല്ലത്ത് നിന്നാണ്. ആദ്യത്തെ സത്രം വിചാരിപ്പുകാരനായി പ്ലക്കാട്ട് ഗോപാലപിള്ളയാണ് നിയമിതനായത്. ഈ സത്രത്തിൽ സേതു പാർവതിഭായിയും സേതു ലക്ഷ്മിഭായിയും ദിവസങ്ങളോളം താമസിച്ചിരുന്നു. തർക്കപരിഹാരങ്ങൾ നിർദ്ദേശിച്ചിരുന്നത് കണ്ണങ്കര ഇല്ലക്കാരായിരുന്നു. അവരുടെ തീർപ്പ് എന്തുതന്നെയായിരുന്നാലും അതനുസരിക്കുവാൻ ജനങ്ങൾ ബാധ്യസ്ഥരായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ലാപ്പനയുടെ ഇടകർത്താവിന് കീഴടങ്ങുവാൻ 3 ദിവസത്തെ സമയം അനുവദിക്കുകയും കീഴടങ്ങിയില്ലെങ്കിൽ പരസ്യമായി വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. വലിയൊരു സൈന്യവുമായി ഏറ്റുമുട്ടാനുള്ള ശേഷി തനിക്കില്ലെന്ന് മനസ്സിലാക്കിയ ഇടകർത്താവ് പലായനം ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. പണ്ടാരത്തിലുള്ള സ്വർണം ശത്രു കൈവശപ്പെടുത്തരുതെന്നുള്ള നിർബന്ധത്താൽ അത് മുഴുവൻ കോട്ടയ്ക്കുള്ളിലെ ഒരു കിണറ്റിൽ നിക്ഷേപിച്ച് കിണർ പൊളിച്ചുമൂടി നിരപ്പാക്കി. അവിടെ ഒരു യുവതിയെ ബലി കൊടുത്ത ശേഷമാണ് അദ്ദേഹം പരിവാരങ്ങളുമായി വടക്കോട്ട് പലായനം ചെയ്തത്. മരുമക്കത്തായ സമ്പ്രദായമാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമാണ് നൽകിയത്. വിവാഹബന്ധം പോലും സ്ത്രീക്ക് ഏകപക്ഷീയമായി വേർപെടുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. തിരണ്ടുകുളി പോലെയുള്ള അനാചാരങ്ങൾ സാർവത്രികമായിരുന്നു. ഒരു സ്ത്രീക്ക് 2 വിവാഹങ്ങൾ നിർബന്ധിതമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ 1-ാം വിവാഹം നടക്കുമായിരുന്നു. ഈ വിവാഹം കഴിഞ്ഞ് 3 ദിവസം കൂടെ കഴിയുവാനേ ഭർത്താവിന് അർഹതയുണ്ടായിരുന്നുള്ളൂ. അയാൾ നാടുവിട്ട ശേഷം മുറച്ചെറുക്കൻ പുടവ കൊടുത്ത് താലി കെട്ടി സ്വീകരിക്കുകയാണ് പതിവ്. ആയുർവേദ പണ്ഡിതരും ചികിത്സകരുമായിരുന്ന നിരവധി വ്യക്തികൾ ഇവിടെ ഉണ്ടായിരുന്നു. മഹാവൈദ്യനെന്ന് നാട്ടിലും പുറത്തും പുകൾപ്പെട്ട കൊച്ചരിക്കണ്ട വൈദ്യനായിരുന്നു അതിൽ പ്രധാനി. ചീന്തിയെടുത്ത മുളന്തണ്ടുകൊണ്ട് അദ്ദേഹം ശസ്ത്രക്രിയ നടത്തുമായിരുന്നു. വൈദ്യശാസ്ത്രത്തിലും വിശേഷിച്ച് വിഷചികിത്സയിലും വിഖ്യാതനായ കടമ്പാട്ട് ഗോവിന്ദൻ നമ്പൂതിരി പ്രസിദ്ധനായ കുമ്മംപിള്ളി രാമൻപിള്ള ആശാന്റെ ശിഷ്യനായിരുന്നു. ജ്യോത്സ്യം, മന്ത്രവാദം തുടങ്ങിയവയിലും ഗോവിന്ദൻ നമ്പൂതിരി പേര് കേട്ടിരുന്നു. വിഷചികിത്സയിൽ അറിയപ്പെട്ടിരുന്ന പ്ലക്കാട്ട് കുഞ്ഞികൃഷ്ണപിള്ളയും വിഷചികിത്സയിൽ ശ്രദ്ധേയനായിരുന്നു. വിഷചികിത്സയിൽ വലിയകണ്ഠത്തിൽ കുമാരൻ വൈദ്യനും പേര് കേട്ടിരുന്നു. മണ്ണാറ ഗോവിന്ദൻ വൈദ്യർ, കളീക്കൽ ചക്രവാണി വൈദ്യർ, ക്ലാപ്പനയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ആറാട്ടുപുഴക്കാരി, കാളിക്കുട്ടി ആശാട്ടി എന്നിവരും അക്കാലത്തെ പ്രഥമ ശ്രേണിയിൽപ്പെട്ട ആയുർവേദ ചികിത്സകരായിരുന്നു. പേപ്പട്ടി വിഷ ചികിത്സയിൽ വിഖ്യാതനായിരുന്നു കുഞ്ഞിപ്പണിക്കൻ വൈദ്യൻ. മഞ്ഞപ്പിത്തത്തിനുള്ള ചികിത്സയ്ക്ക് ക്ലാപ്പന പ്രസിദ്ധമായിരുന്നു. മാവൂലിൽ മുരളീധരൻ പിള്ളയും തച്ചൂർ ശിവരാമപിള്ളയും തങ്ങളുടെ പാരമ്പര്യം കെടാതെ കാത്തുസൂക്ഷിക്കുന്നു. ഹോമിയോ ചികിത്സാ രംഗത്തും പ്രഖ്യാതരായ പലർക്കും ജന്മമേകാൻ ക്ലാപ്പനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ധർമ്മചികിത്സയിൽ അടിയുറച്ചു നിന്നും സ്വാർത്ഥ ലേശമില്ലാതെ പ്രവർത്തിച്ച വാലശ്ശേരിൽ ശങ്കരവൈദ്യരും നിരവധി ഹോമിയോ ചികിത്സാ ഗ്രന്ഥങ്ങളുടെ കർത്താവായ ശരവണഭവനം നടേശപ്പണിക്കരും ഈ രംഗത്ത് സ്മരണീയരാണ്. നടേശപ്പണിക്കർ കാന്തചികിത്സയിലും അറിയപ്പെടുന്ന പ്രഗത്ഭനാണ്. മൃഗചികിത്സയിൽ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ബ്ലാലിൽ വെളുത്തകുഞ്ഞിന്റെ പേരും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഗൃഹനിർമ്മാണ വിദ്യകളിൽ അദ്വൈതന്മാരായ കാലമർമ്മജ്ഞന്മാരുടെ നാടാണ് ക്ലാപ്പന. വിഖ്യാതരായ മീനത്ത് പണിക്കന്മാർ ക്ലാപ്പനക്കാരായിരുന്നു. നാണു പണിക്കർ, കേശവ പണിക്കർ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയവർ മികവ് കാട്ടിയ തച്ചുശാസ്ത്ര പണികൾ വിസ്മയത്തോടെയാണ് മുൻ തലമുറകൾ നോക്കിക്കണ്ടത്. ജലാംശം ഒട്ടും തന്നെ അകത്തേക്ക് കടക്കാത്ത വിധമുള്ളതായിരുന്നു അവരുടെ ദാരുതന്ത്രങ്ങൾ. ഓണാട്ടുകരയിൽ ഇന്നുള്ള 8 കെട്ടുകളും 4 കെട്ടുകളും മാത്രമല്ല, പുകൾപ്പെട്ട പല ക്ഷേത്രങ്ങളും അവരുടെ കരവിരുതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. ക്ഷേത്രശില്പങ്ങളും മുടി, ദീപ്ത തുടങ്ങിയവയും അവർ നിർമ്മിച്ചിരുന്നു. അമ്മൻകുളങ്ങര നാരായണ പണിക്കരും പപ്പു പണിക്കരും തത്വശാസ്ത്രത്തിൽ അറിയപ്പെട്ടിരുന്നവരാണ്. നിരവധി സ്ഥലങ്ങളിൽ കുടിപ്പള്ളിക്കുറങ്ങൾ സ്ഥാപിക്കുകയും പല പ്രമുഖന്മാർക്കും അറിവിൻ്റെ ആദ്യമധുരം നൽകുകയും ചെയ്ത ഇതന്നേരിക്കിട്ടു ആശാൻ ഒരു തലമുറയുടെ മുഴുവൻ ഗുരുവായിരുന്നു. ജനകീയമായിരുന്ന നാടൻ കലകളിൽ ശ്രദ്ധേയമായ ഒന്നാണ് കാക്കാരാശി നാടകം. 1858 ഗോവിന്ദക്കുറുപ്പ് ഇവിടെ ഒരു കാക്കാരാശി കളരി സ്ഥാപിക്കുകയുണ്ടായി. മണ്ഡകത്ത് കറുത്തകുഞ്ഞ്, ഇടനെയിൽ രാമൻ നായർ, കേശവൻ നായർ, കവറാട്ട് കുഞ്ഞിപ്പിള്ള തുടങ്ങിയവർ ഈ കലയിൽ അറിയപ്പെട്ടിരുന്നവരാണ്. മണ്ഡാഹത്ത്
കറുത്ത കുഞ്ഞാക്കാലത്തെ ചെണ്ട, ഉടുക്ക് എന്നീ വാദ്യങ്ങളുടെ വിദ്വാൻ കൂടിയായിരുന്നു. കാക്കാൻ വേലുപ്പിള്ളയുടെ ശിഷ്യനായിരുന്ന കൊച്ചുചെറുക്കനാശാൻ കോലടി കളിയിൽ വിഖ്യാതനായിരുന്നു. നാടൊട്ടുക്ക് നടന്ന് ഗുസ്തി മത്സരങ്ങൾ നടത്തി വന്ന ഫയൽമാൻ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഹരമായിരുന്നു. പ്രസിദ്ധ സർക്കസ് കലാകാരനായ കീലേരി കുഞ്ഞിക്കണ്ണൻ്റെ ശിഷ്യനായി തീർന്ന സ്രാമ്പൂട്ടിൽ നാരായണനും പിന്നീട് സർക്കസ് കലാകാരനായി പ്രസിദ്ധിയിലേക്ക് ഉയർന്നു. നിരവധി ഗുസ്തി മത്സരങ്ങൾക്ക് ക്ലാപ്പന വേദിയാകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രസിദ്ധി കടൽ കടന്നു പോകാൻ കാരണമായി തീർന്ന കഥകളിക്ക് ക്ലാപ്പനയിലും വേരുകളുണ്ട്. ആറ്റുപുറത്തെ ശ്രീകൃഷ്ണവിലാസം കഥകളി യോഗം നിരവധി അരങ്ങുകൾക്ക് വേദിയായിട്ടുണ്ട്. കടമ്പാട്ട്, കുതിരപ്പാട്ട് തുടങ്ങിയ പ്രസിദ്ധ ഇല്ലങ്ങളോടനുബന്ധിച്ച് കഥകളി യോഗങ്ങൾ ഉണ്ടായിരുന്നു. ക്ലാപ്പന ഷൺമുഖവിലാസം സ്കൂൾ കേന്ദ്രമാക്കി ഒരു കഥകളി ക്ലബ്ബും കുറേ നാൾ പ്രവർത്തിച്ചിരുന്നു. കഥകളി സംഗീതത്തിൽ പ്രസിദ്ധി നേടിയ വള്ളിക്കാവ് ശങ്കരപ്പിള്ള ഈ പഞ്ചായത്തുകാരൻ തന്നെ. ഇഞ്ചക്കാട് ദാമോദരനാച്ചാനും അഗസ്ത്യ മേസ്തരിയും മുണ്ടകത്തിൽ പീറ്റർ മേസ്തരിയും ക്ലാർനെറ്റ് വാദ്യത്തിൽ ഖ്യാതി നേടിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ അഴീക്കിലെത്തി താമസമാക്കിയ പോർട്ടുഗീസുകാരിൽ നിന്നും നേരിട്ട് വാദ്യം പഠിച്ചവരുടെ പിന്മുറക്കാരാണിവർ. സാഹിത്യ ചരിത്ര താളുകളിൽ ഉൾപ്പെടാതെ പോയെങ്കിലും പ്രതിഭാധാരന്മാരായ സാഹിത്യകാരന്മാർ പലരും ക്ലാപ്പനയുടെ സന്തതികളാണ്. അവരിൽ ആദ്യം സൂചിപ്പിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം കേകവൃത്തത്തിൽ കാവ്യമാക്കിയ ക്ലാപ്പന വീണുജിയെയാണ്. കവിത, നാടകം, ചെറുകഥ തുടങ്ങിയ സാഹിത്യ രംഗങ്ങളിൽ സൃഷ്ടികൾ നടത്തിയിട്ടുള്ള വീണുജി നിരീക്ഷകൻ എന്നൊരു മാസികയും നടത്തിയിരുന്നു. ചിത്രകലാരംഗത്ത് ശ്രദ്ധേയരായിരുന്നവരാണ് കുട്ടിപ്പണിക്കരും ഇത്താന്തറ ഡെൻസിലും. ആതുരാലയങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ക്ലാപ്പനയിലെ സ്ത്രീജനങ്ങളുടെ പ്രസവരക്ഷ ഏറ്റെടുക്കാൻ പതിച്ചിമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ ഏറെ അറിയപ്പെട്ടിരുന്നത് 107 വയസ്സുവരെ ജീവിച്ചിരുന്ന കൊല്ലയിൽ ഉണ്ണൂലിയാണ്. കൈത്തറി നെയ്ത്തിന് അറിയപ്പെട്ട കുടുംബമായിരുന്നു നേരൂർ. ഒട്ടനവധി താരികൾ അവിടെ ഉണ്ടായിരുന്നു. നെയ്ത്തിൽ പരിശീലനവും അവിടെ നൽകിയിരുന്നു. കയർ വിരിക്കലിന് ക്ലാപ്പന അറിയപ്പെട്ടിരുന്നു. കൈകൊണ്ടുണ്ടാക്കുന്ന കയറിന് ഇവിടെ എക്കാലത്ത് നല്ല മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. തലച്ചുമടായി നിരവധി സ്ഥലങ്ങളിലേക്ക് ചകിരി കൊണ്ടുപോവുക എന്ന പതിവായിരുന്നു. നാടകകലയുടെ കേദാരഭൂമിയായിരുന്നു ക്ലാപ്പന. സരസ്വതി ക്ഷേത്രങ്ങൾക്ക് ഖ്യാതി നേടിയ സ്ഥലമായിരുന്നു ക്ലാപ്പന. മണ്ണാറ ഗോവിന്ദവിലാസം സ്കൂളായിരുന്നു അവയിൽ മുഖ്യം. വിദ്വാൻ MK അച്യുതൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച പരശ്ശേരിൽ ഷൺമുഖവിലാസം സ്കൂൾ ഇന്നും ക്ലാപ്പനയിലെ ഏക ഹൈസ്കൂളാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച് താമസിച്ചിട്ടുള്ള വിദ്യാകേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 1900-ൽ ജനപങ്കാളിത്തത്തോടെ സ്ഥാപിച്ച ആൾ സോൾസ് LP സ്കൂൾ പിന്നീട് സെൻറ് ജോസഫ് UP സ്കൂളായി ഉയർന്നു. ഇസ്ലാം മതത്തിൻ്റെ കേരളത്തിലെ പ്രചാരകാലത്ത് തന്നെ ക്ലാപ്പനയിലും ഇസ്ലാം മത വിശ്വാസികളുണ്ടായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ചേരമാൻ പെരുമാൾ തറക്കല്ലിട്ട 18 പടികളിൽ ഒന്ന് ക്ലാപ്പന പുതുതെരുവ് ജുമാ മസ്ജിദാണ്. ചൈനീസ് വാസ്തുശില്പ ശൈലിയിലാണ് മനോഹരമായി ഈ പള്ളി പണി തീർത്തിട്ടുള്ളത്. ക്ലാപ്പനയുടെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള വാർഡിൻ്റെ പേര് പെരുമാന്തഴ എന്നാണ്. പെരുമാളിൻ്റെ പടനായകൻ്റെ തറ എന്നർത്ഥമുള്ള പെരുമാൾ തറയാണ് പെരുമാന്തഴയായതെന്ന് ഊഹിക്കുന്നു. ക്ലാപ്പന വില്ലേജിൻ്റെ പഴയ പേര് പെരുന്നാടെന്നായിരുന്നു. ഇതും പെരുമാളുമായുള്ള ഈ നാളിൻ്റെ ബന്ധത്തിന് അതുവഴി ഇസ്ലാം മത പാരമ്പര്യത്തിനും നിദാനമാണ്. 1840-ലാണ് പോർട്ടുഗീസുകാർ ഈ പഞ്ചായത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അഴീക്കലിൽ വന്നു ചേർന്നതെന്നും ഊഹിക്കുന്നു. തുടർന്ന് പോർട്ടുഗീസ് വാസ്തുശില്പ മാതൃകയിൽ വലിയൊരു പള്ളി അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഇതിനായി പോർട്ടുഗലിൽ നിന്നാണ് തടിയിൽ തെടുത്ത ഒരു അൾത്താരയും മറ്റും കൊണ്ടുവന്നത്. ആ പള്ളി കടലാക്രമണത്തിൽ നശിച്ചുപോയപ്പോൾ ക്ലാപ്പനയിൽ മറ്റൊരു പള്ളി പണിതീർത്തു. പോർട്ടുഗീസ് അൾത്താരയും മറ്റും പുതിയ പള്ളിയിലേക്ക് മാറ്റുകയും ചെയ്തു. കൊച്ചു എടത്ത പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ക്ലാപ്പന സെൻറ് ജോർജ് പള്ളിയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരം കടൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒലിവ് തടിയിലാണ് പണിതിട്ടുള്ളത്. വേനൽക്കാലത്ത് ഇപ്പോഴും ആ തടിയിൽ നിന്ന് ഒലിവെണ്ണ കിനിഞ്ഞ് വരാറുണ്ട്. ക്രിസ്തു പ്രതിമയുടെ മുകളിലുള്ള വിളക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഇന്നും ലക്ഷ്യം കാട്ടുന്നുണ്ട്. പോർട്ടുഗീസ് പാരമ്പര്യമുള്ള പല ക്രിസ്തീയ കുടുംബങ്ങളും ക്ലാപ്പനയിലുണ്ടായിരുന്നു. കടയിൽ, പറമ്പിൽ, കൂട്ടുങ്ങൾ തുടങ്ങിയ അവയിൽ അറിയപ്പെടുന്നു. കാലത്തിൻ്റെ പ്രവാഹത്തിൽ മാറിവന്ന പശ്ചാത്തലങ്ങളുമായി പൊരുത്തപ്പെടാനാകാതെ അവരെല്ലാം തങ്കശ്ശേരിയിലേക്ക് താമസം മാറുകയാണ് ഉണ്ടായത്. ജർമ്മനി, പോർട്ടുഗൽ തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വികാരിമാർ ക്ലാപ്പന ഇടവക ഭരിച്ചിട്ടുണ്ട്. ഇതിൽ ജർമ്മൻകാരനായിരുന്ന ഫാദർ പൈസിൻ്റെ സേവനം ശ്രദ്ധേയമായിരുന്നു. മിഷണറി പ്രവർത്തനത്തിൽ ക്ലാപ്പനയിൽ നിന്നും പലരും പങ്കാളിയായിട്ടുണ്ട്. 1951-ൽ സ്ഥാപിക്കപ്പെട്ട ഗ്രാമോദരണ ലൈബ്രറി ഇന്ന് ക്ലാപ്പനയുടെ സാംസ്കാരിക കേന്ദ്രമാണ്. തറയിൽ ലിയോൺസ്, കുന്നത്ത് ഫ്രാൻസിസ് റോഡ്രിഗ്സ്, ഉറകശ്ശേരി കൃഷ്ണൻ, കുഞ്ഞിപ്പുഴ മുഹമ്മദ് കുഞ്ഞ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച ഈ ഗ്രന്ഥശാലയ്ക്ക് സൗജന്യമായ സ്ഥലം നൽകിയത് തോട്ടത്തിൽ ഇല്ലത്ത് കേശവൻ നമ്പൂതിരിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും സാർവത്രികമല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ
ശ്രീ കുഞ്ഞിപ്പുഴ മുഹമ്മദ് കുഞ്ഞ് പുസ്തകക്കെട്ടുകളുമായി വീട് വീടാന്തരം കയറിയിറങ്ങിയാണ് ലൈബ്രറിയുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. Do you think we'll ever go back down? I don't know.